അല്ലെങ്കിൽ അവരുടെ സമുദായം, ഒരു ജനതയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ
ഭക്തന്മാർ പല ലീലകൾ പറഞ്ഞു. എല്ലാം ശരിയാണ്. ഭാഗവത സന്ദേശം, അതും ചൈതന്യ മഹാപ്രഭു കാഴ്ചവെച്ച ഭാഗവത സന്ദേശം. ഭാഗവതം എത്രയോ ഉണ്ട്, എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്, എത്രയോ ആചാര്യന്മാരുണ്ട്. എന്നാലും മഹാപ്രഭു ഒരു ഭാഗവത രീതി കാണിച്ചു തന്നല്ലോ. അത് മാത്രം. ഇസ്കോൺ വൃന്ദാവനത്തിൽ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുകയാണ്. ഗിരിരാജ് അവർക്ക് ഇവിടെ താമസിക്കണം. പ്രഭുജി ആ പ്രസാദിലേക്ക് മലയാളം ലോക്കൽ ലാംഗ്വേജ്. താങ്ക് യു. വൃന്ദാവനത്തിലെ ടെമ്പിൾ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ വൃന്ദാവന ആൾക്കാർ അംഗീകരിച്ചിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറെ ഇംഗ്ലീഷുകാരനോട് ഹരേ രാമ പാടും, നമുക്കറിയാത്ത ഭഗവത്ഗീതയാണ്. അങ്ങനെ ഒരു അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഈ തുള്ളലും ഇതൊക്കെ ഒരു ഭക്തിയാണോ? പക്ഷെ മനുഷ്യൻ രാത്രി 12 ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യുക്തി സമ്മതിച്ചില്ല, പക്ഷേ ഹൃദയം സമ്മതിച്ചു. ആളുകൾ തന്നെ ഉണ്ടായി. പ്രസാദമൊക്കെ കഴിച്ചവർക്കുണ്ടായിരുന്നു. ഇന്നൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഭഗവാന് നിങ്ങൾ അഭിഷേകം ചെയ്യുന്നത് ശരി, പ്രഭുപാദർക്കൊക്കെ മനുഷ്യനല്ലേ അഭിഷേകം ചെയ്യാൻ? 2 ദിവസം മുമ്പ് രജനീകാന്തിന് 160 ലിറ്റർ പാലാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെ ഏതെങ്കിലും സിനിമ വന്നിട്ട് പറഞ്ഞിട്ട് വയസ്സെഴുതുണ്ടായി. അതും അയാളുടെ പുറത്തൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പോസ്റ്ററിന്റെ പുറത്ത് 160 ലിറ്റർ പാല്. അതൊന്നും ആർക്കും പ്രശ്നമില്ല. പ്രഭുപാദർക്ക് ശിഷ്യഗണങ്ങൾ സന്തോഷം കൊണ്ട് ചെയ്യുന്നത് ഒന്നും തികയില്ല. ഭഗവാനെ തന്ന ഒരു വ്യക്തിക്ക് 1 ലിറ്റർ പാലൊരു നഷ്ടമാണ് അല്ലേ? അതൊന്നുമല്ല. നമുക്ക് എന്ത് ഏറ്റവും ഉയർന്നത് തരാൻ പറ്റുമോ അത് വേണം കൊടുക്കാൻ. എന്നാലും അതൊരു ദക്ഷിണയാവില്ല. ആവോ? കൃഷ്ണനെ നമുക്ക് തന്ന പ്രഭുപാദർക്ക് എന്ത് ദക്ഷിണ കൊടുത്താലും അത് ഈക്വൽ ആകും? ഒന്നും ആവില്ല. അപ്പോ അവിടെ ശ്രീ കൃഷ്ണ ബലറാം അപ്പോ വൃന്ദാവനത്തില് ഇസ്കോൺ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുക. അപ്പോ അപ്പോഴും ഈ ലോക്കൽ അവിടുത്തെ പ്രദേശവാസികളൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പ്രഭുപാദർ എന്തെല്ലോ അവിടുത്തെ ഗോസ്വാമിമാരെ വിളിച്ചിട്ട് യജ്ഞഹോമാദികൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള തന്ത്രിമാരും ഗോസ്വാമിമാരും ഒക്കെ വന്നിട്ട് മനോഹരമായിട്ട് വലിയ യാഗം, യജ്ഞമുണ്ടൊക്കെ വെച്ച് യാഗമൊക്കെ വളർത്താൻ. അപ്പൊ പ്രഭുപാദരുടെ ശിഷ്യന്മാർക്ക് ചെറിയ കൺഫ്യൂഷൻ. കാരണം അവർ ഇന്നാള് വരെ ആദ്യമായിട്ട് അവര് പ്രഭുപാദ യജ്ഞം ഉണ്ടാക്കാൻ കാണുന്നത്. അതുവരെ അവർ കണ്ടിട്ടില്ല. പ്രഭുപാദർ ദീക്ഷ നടത്തുമ്പോൾ ചെറിയതായിട്ടൊന്നും ചെയ്യും. പക്ഷെ പ്രഭുപാദർ എപ്പോഴും ഹരിനാമത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. എന്നത് ഗീതയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? കലിയുഗത്തില് വേദമന്ത്രസ്തുതികളെക്കാളും ഉയർന്നതേതാണ്? ഹരിനാമം. യജ്ഞഹോമാദികളെക്കാളും ഉയർന്നത് ഹരിനാമം. ജ്യോതിഷത്തിനേക്കാളും ഉയർന്നത് ഹരിനാമം. പിന്നെ വാസ്തുവിനേക്കാളും ഉയർന്നത് ഹരിനാമം. മഞ്ഞച്ചരട്, വെള്ളനൂല്, പച്ചച്ചരട് എല്ലാത്തിനേക്കാളും ഉയർന്നത് സംശയമുണ്ടോ? ഇല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴപ്പമല്ല. ഒരു മഞ്ഞച്ചരട് കെട്ടിയ ശരിയാകും. ചിലർ കഴുത്തി കെട്ടിയിട്ട് വരെ ഇതുവരെ ശരിയായിട്ടില്ല. എന്നിട്ടാണ് കയ്യിൽ കെട്ടുന്നത് ശരിയാകുന്നത്. എല്ലാ ആചാരങ്ങളെക്കാളും ഉയർന്നതേതാണ് ഹരിനാമം. അപ്പൊ ശിഷ്യന്മാർക്ക് ചെറിയ കൺഫ്യൂഷൻ. അത് വിദേശികളാണ്. അവര് ഹരിനാമം മാത്രമേ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. ഇന്ന് പ്രഭുപാദർ എന്താ
വലിയ ഹവനും ഹോമവും യജ്ഞവും ഇടയ്ക്കിടയ്ക്ക് പ്രഭുപാദം ചെന്നിരിക്കുന്നുണ്ട്. പതുക്കെ ഒരു ശിഷ്യൻ കുറച്ച് ധൈര്യമൊക്കെ സംഹരിച്ച് പ്രഭുപാദനോട് ചോദിച്ചു, അപ്പൊ ഈ യജ്ഞഹോമാദികൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രഭുപാദ പറഞ്ഞു, ആ തേങ്ങയൊക്കെ എത്ര മനോഹരമായി കെട്ടി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. യജ്ഞഹോമത്തിൽ തേങ്ങ കണ്ടിട്ടുണ്ടോ? നല്ല ചരടൊക്കെ കെട്ടി അത് കാണിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? അയാൾ ചോദിച്ച ചോദ്യം വരെ പ്രഭുപാദ പറയുന്ന ഉത്തരം തരാം. അദ്ദേഹം ചോദിക്കാണ്, യജ്ഞഹോമാദികൾക്ക് അത്രയും പ്രാധാന്യമുണ്ടോ? പ്രഭുപാദ പറഞ്ഞു, ആ തേങ്ങ എത്ര മനോഹരമായി കെട്ടി വെച്ചിരിക്കുന്നു. ഉടനെ അദ്ദേഹവും പറഞ്ഞു, അതെ അതെ, ഇറ്റ് ആഡ്സ് ബ്യൂട്ടി. ഈ വാക്കാണ് ശിഷ്യൻ ഉപയോഗിച്ചത്. അത് സൗന്ദര്യത്തിന് കൂട്ടുന്നു. പ്രഭുപാദ പറഞ്ഞു, ഇതും ഒരു അഡീഷണൽ ബ്യൂട്ടി. പരമപ്രധാനം ഏതാണ്? നാമജപം. അതാണ് പ്രധാനം. ഇതെല്ലാം അതിന് ഒരു ഒരു ടൈപ്പാണ്, ഒരു ഭംഗി കൂട്ടുക. അതിന്റെ കൂടെ കുറച്ച് അലങ്കാരം. പ്രൈമറി പ്രധാനം ഏതാണ്? നമ്മൾ ചെയ്യുന്ന ഹരിനാമ. ജപിക്കോ? എത്ര കാലം? ഹരിനാമമാണ് പരമപ്രധാനം എന്ന് പ്രഭാതം. കാരണം എത്രയോ ഭാഗവതാചാര്യന്മാരെ കണ്ടിട്ടുണ്ട്, എത്രയോ ഭക്തരെ കണ്ടിട്ടുണ്ട്. അടുക്കും ചിട്ടയോടെ ഇത്തറമാല നീ ദിവസം ജപിക്കണം, 4 യമനിയമങ്ങൾ പാലിക്കണം. ഭക്തിക്ക് ഒരു റൂട്ട് മാപ്പ് ഇട്ട് തന്നത് പ്രഭുപാദ സ്വാമികൾ മാത്രമേ. ഞാൻ വലിയ വലിയ പ്രഭാഷകന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഭക്തി വേണം, ഭക്തി വേണം, മീരാബായി ഭക്തി വേണം, ഇതൊക്കെ പറയും. ഇത് എങ്ങനെയാ ചെയ്യാൻ? അതാക്കാൻ ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം. ഈ ഭക്തി എങ്ങനെ ചെയ്യും? അത് ഒരു കൃത്യനിഷ്ഠതയോടെ വരയിട്ട് കാണിച്ചു കൊടുത്തത് ആരാണ്? പ്രഭുപാദ സ്വാമികൾ മാത്രം. ശ്രീല പ്രഭുപാദ കീ ജയ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ രണ്ടാമത്തത്, ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രഭുപാദന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് ചുമ്മാ ജയ് ജയ് മാത്രം വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നമ്മൾ നമ്മുടെ ഭംഗി എങ്ങനെ രേഖപ്പെടുത്തി? പ്രഭുപാദ കീ ജയ്, പ്രഭുപാദ കീ ജയ്. അതോടെ നമ്മുടെ ജോലി തീർന്നോ? പിന്നെ എന്ത് ചെയ്യണം? അത് ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. പിന്നെ ആരെടുത്തെല്ലാം നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടോ അവർക്കും കൂടെ കൊടുക്കണം. അമൂല്യമായ ഒരു നിധി. നിങ്ങളെ എത്രയോ പേർക്ക് പ്രഷർ കുക്കറും കാസറോളും ഇഡ്ഡലി കുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ടോ? ഈ കണ്ണാടി കപ്പുകൾ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചൈതന്യം എത്ര പേർ പ്രഷർ കുക്കർ കൊടുത്തു? സെറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഏത് ബർത്ത്ഡേ വന്നാലും ഒന്ന് പൊതിഞ്ഞങ്ങ് കൊടുക്കുക. ഇതിൽ ഒരു പ്രയോജനവുമില്ല. അവർക്ക് ഒരു സന്തോഷം. അവരെന്ത് ചെയ്യും? ഫസ്റ്റ് അതിന്റെ വില നോക്കാം. നിങ്ങൾ തന്ന സ്നേഹ ഉപകാരം, നിങ്ങളുടെ സ്നേഹം 299 രൂപ. അത്രയേ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വില വയ്ക്കും. നിരൂപമ സംശയിക്കും. ആത്മാർത്ഥമായി നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട വലിയ സമ്മാനം ഏതാണ്? ഈ നാമജപം കൊടുത്തിട്ട് അവർ നിരന്തരം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇല്ലേ, ചിലപ്പോൾ നമുക്കിവിടെ ആൾക്കാർ ദക്ഷിണയൊക്കെ കൊടുക്കും. എന്തൊക്കെ ഗോപാലന്ദ പ്രഭു എന്ത് ചെയ്തോടെ? എവിടെ നിർത്തി? ദക്ഷിണ. ചിലപ്പോൾ അമ്പലത്തിലൊക്കെ സംഭാവന കൊടുക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പറയാമോ എന്നറിഞ്ഞൂടാ. ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഒരുപാട് ഓടി നമുക്ക് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു 6-7 കൊല്ലം എടുത്താണ് ക്ഷേത്രം പണിതത്. അപ്പൊ ചിലരൊക്കെ നമുക്ക് സംഭാവന തരും. എല്ലാ സംഭാവനയും നമ്മൾ ബഹുമാന പുരസ്സരം സ്വീകരിക്കും. പക്ഷെ ചിലരോ ഒരു 1000 അമ്പലത്തിൽ വന്നില്ലേ? എത്ര ദിവസമായി നിങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കാശിക്കവൻ എന്ത് ചെയ്തു? കൊടുത്തത് എത്ര? 10 സിമന്റ് ചാക്ക് വാങ്ങുന്നത്. അവരെ നമ്മൾ തള്ളി അത് പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം.
ചോദിക്കാം, ആ പണം എന്ത് ചെയ്തു? ശരിയായ രീതിയിൽ ഉപയോഗിച്ചോ? അല്ല നിങ്ങൾ സാധനക്കാരെല്ലാം കൂടെ പുട്ടടിച്ചാൽ? അതാണ് അവർ ചോദിക്കുന്നതിന് അർത്ഥം, അല്ലേ? അപ്പൊ നമ്മൾ ചെറിയ ഒരു ഇത് സഹായം ചെയ്താലും അത് നേരെ ഉപയോഗപ്പെട്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? അല്ലേ? അപ്പൊ ഒരാൾക്ക് ഹരിനാമം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയാണ് അദ്ദേഹം അത് നിരന്തരം ജപിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. കാരണം ഈ കലികാലത്ത് ഈ മായയുടെ പ്രവാഹത്തിന് നമ്മൾ ഇവിടെ വിട്ട് ഇറങ്ങിയാൽ കാണാതെ പോകും. ഈ മായയുടെ ഒഴുക്കിൽ വിട്ട അത്ര തന്നെ നേരെ ലുളുമാറി പോയി. മായയ്ക്ക് അത്രയും ശക്തിയുണ്ട്, മനസ്സിലായി? അപ്പൊ വീണ്ടും നമ്മൾ ജയ് വിളിക്കുന്നതിന്റെ അർത്ഥം ഒന്ന്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് മുഴുവനും പകർത്തിയെടുക്കണം. രണ്ടാമത്തത്, എനിക്ക് ആരുടെത്തെല്ലാം സ്നേഹമുണ്ടോ ആ സ്നേഹമുള്ളവർക്ക് ഇത് കൊടുത്തിട്ട് അവരിത് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ഉറപ്പ് വരുത്താൻ. അപ്പൊ നമ്മുടെ ജീവിതം വിജയകരം. അതെ, പ്രഭുപാദൻ എനിക്ക് തന്ന അമൂല്യമായ നിധി ഞാനൊരു 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്, 10 പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന് അവരും ചെയ്യുന്നുണ്ട്. അതാണ് പൂർണ്ണ സംതൃപ്തി. വേറെ എല്ലാം സമയം കൊണ്ട് നഷ്ടപ്പെടും. ഞാൻ തിരുവനന്തപുരത്ത് 3 വീട് വെച്ചു. നമ്മൾ വയസ്സാകുമ്പോൾ തന്നെ മക്കൾ അതിനെ അടികൂടാൻ തുടങ്ങി. അതിന്റെ കൂരയൊക്കെ പൊളിച്ച് ലൈറ്റൊക്കെ മാറ്റിയിരിക്കണം. സ്ഥിരമായ സമ്മാനം എന്ന് പറയുന്നത് ദ മാച്ച്ലെസ് ഗിഫ്റ്റ്, അൺപാരലൽ ഗിഫ്റ്റ്. ഇതിന് തുല്യമായി വേറെ ഒന്നുമില്ല. ഏത്? നാമജപവും കൊടുക്കുക, അവരത് നിരന്തരം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതാണ് പ്രഭുപാദത്ത് നമ്മൾ നന്ദി കാണിക്കുന്ന രീതി. അദ്ദേഹം ഒരു കണക്കിൽ ഒരു വളരെ ദിവ്യ പുരുഷനും കൂടെ ആയിരുന്നു. പക്ഷെ പ്രഭുപാദ വെളിപ്പെടുത്തില്ല. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് അന്ന് കാലത്ത് അമേരിക്ക പോലെയുള്ള അമേരിക്ക, ഇംഗ്ലണ്ട്, ആഫ്രിക്ക, റഷ്യ, അന്ന് റഷ്യയൊക്കെ ഇന്നത്തെ റഷ്യയല്ല, ഇതിനേക്കാളും രൂക്ഷമായ ഒരു രാജ്യമാണ്. അവിടെ പോയി വല്ല ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ ജയിലിനകത്ത് പിന്നെ സൂര്യപ്രകാശം കാണാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ഒരു ചുരുക്കം രാജ്യങ്ങൾ ഒഴികെ ലോകത്തിൽ അത്ര രാജ്യങ്ങളിലും പ്രഭുപാദ ഭക്തരെ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ചു, നമുക്ക് നമ്മളെ വീട്ടിലുള്ള 5 എണ്ണത്തിന് ഭക്തരാക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ ഒരു ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത, സംസ്കാരം വ്യത്യസ്തമുള്ള സമീപനങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ചിന്താഗതിയും എല്ലാം വ്യത്യസ്തമുള്ള രാജ്യങ്ങളിൽ ചെന്ന് പ്രഭുപാദർക്ക് പറയാൻ ഒന്നേ. ഇന്നലെ കീർത്തനം നടക്കുമ്പോൾ ഒരു ഹിന്ദി, ഒരു നോർത്ത് ഇന്ത്യൻ ഡിവോട്ടിയെ ചോദിച്ചു, ഹിന്ദിയിലാണോ ഭജന? ഞാൻ പറഞ്ഞു, ഹരേ കൃഷ്ണ മന്ത്രത്തിന് ഏത് ഭാഷയിൽ യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. പ്രഭുപാദർ അതുപോലെ ലോകം മുഴുവൻ. എന്നാൽ അദ്ദേഹത്തിന് ഈ ഒരു ദിവ്യത്വം, ഒരു ഇതും കൂടെ ഉണ്ട്. വല്ലാതെ സമയം പ്രഭുപാദർക്ക്. അപ്പോഴാണ് ഒരുപാട് പാഠം പ്രഭുപാദ പഠിച്ചത്. അവസാനം അദ്ദേഹത്തിന് 1-2 കൊല്ലം അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഒന്ന് വൈകുന്നേരം അദ്ദേഹം കിടക്കുകയായിരുന്നു. വൃന്ദാവന ക്ഷേത്രത്തിൽ മുറിയിൽ എല്ലാം ഭയങ്കര നിശബ്ദമായിരിക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് തന്റെ മാറിലിങ്ങനെ വിരലൊക്കെ വെച്ചിട്ട് ചെറിയ സൗണ്ടിൽ എന്തോ പറയും. അപ്പോ അടുത്തിരുന്ന ഒരു സഹായി, ഒരു ഡിവോട്ടി, ചെവി അടുത്ത് വെച്ച് എന്താ പ്രഭുപാദർ പറയാൻ ശ്രമിക്കുന്നത് കേൾക്കാൻ വാക്കുകളൊന്നും വ്യക്തമാകുന്നില്ല. നല്ല പ്രായമായി. അപ്പൊ പറയും, പ്രഭുപാദ ചെറിയ ശബ്ദത്തിൽ പറയാണ്, drums should not be louder than chanting. ജപത്തിനേക്കാളും ഡ്രംസിൽ ശബ്ദം ഇവർക്ക് നല്ലൊരു പാട്ടാണ്. ചിലപ്പോ പൊട്ട് എന്ത് പാട്ടെന്നേ അറിയില്ല. നമ്മുടെ വാദ്യോപകരണങ്ങൾ
ചെണ്ടമേളത്തിൽ തുള്ളുന്ന പോലെ ആയിപ്പോ. ഈ ചെണ്ടമേളത്തിൽ വല്ല പാട്ടുണ്ടാ? ഒന്നുമില്ല. അതെടുത്ത് പണ്ടടക്കം നടിക്കുമ്പോൾ ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് പോയി ഇളകാൻ പോകും. അതിലെന്തെങ്കിലും ആത്മീക ഫലമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആ സൈഡ് പൊക്കളരുത്. നമ്മുടെ വാദ്യോപകരണം എതിനെ സഹായിക്കുന്നതായിരിക്കണം? കീർത്തനത്തിന്, നാമജപത്തിനെ സഹായിക്കുന്നതായിരിക്കണം. ചിലപ്പോൾ അടിക്കുന്ന ആൾ അടിയോടടി, പാട്ടൊന്നുമില്ല. ചിലർ കർത്താൻ അടിക്കുന്ന അവരടിയോടടി, പാട്ടൊന്നുമില്ല. പാടുന്ന ആൾ മാത്രം പാടിക്കൊണ്ടിരിക്കും, കൂടെ ഉള്ളവരെല്ലാം തലയാട്ട്. നമ്മളും കൂടെ ഏറ്റു പാടണം. അതാണ് നാമസങ്കീർത്തനം. പ്രഭുപാദ പെട്ടെന്ന് പറയാണ്, drums should not be louder than chanting. ജപത്തിനേക്കാളും മദ്ദളത്തിന്റെ സൗണ്ട് കൂടാൻ പറ്റില്ല. ഈ ശിഷ്യന് ഒന്നും തലയിൽ മനസ്സിലായ കാര്യം മനസ്സിലായില്ല. വയ്യാതെ പ്രഭുപാദ പറയാണ്, ചെറിയ ശബ്ദത്തിൽ പറയാണ്, അവിടെ ആകെ നിശബ്ദത, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അദ്ദേഹം ചെന്നിട്ട് വെളിയിൽ ഇനിയൊരു ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, പ്രഭുപാദൻ ഇങ്ങനെ പറയുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം ആളുകൾക്ക് എന്താണ്? അദ്ദേഹം നേരെ ടെമ്പിൾ ഹാളിലേക്ക് പോയി. പ്രഭുപാദ കിടക്കുന്ന മുറി വേറെ, അമ്പലം വേറെ. അവിടത്തെ ശബ്ദം ഇവിടെ കേൾക്കില്ല. ആ ശിഷ്യൻ അവിടെ അമ്പലത്തിൽ പോയപ്പോ അവിടെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്ദള അടിയോടടി. പക്ഷെ ആ സൗണ്ട് എവിടെ കേൾക്കുന്നില്ല? പ്രഭുപാദന്റെ മുറിയിൽ കേൾക്കുന്നില്ല. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഈ വയ്യാത്ത കാലത്തുള്ള പ്രഭുപാദർ എന്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്? അവിടെ അമ്പല ഹാളില് നാമസങ്കീർത്തനം നടക്കുന്നത്. ഒരു എന്താ പറയുക, അതിലൊരു സംശയമില്ല. ഭഗവാൻ ചിലരെ തെരഞ്ഞെടുത്ത് അയച്ചതാണ്. ചില സിദ്ധന്മാർ ഹാൻഡ് പിക്ഡ് ബൈ കൃഷ്ണ. ഭഗവാൻ തെരഞ്ഞെടുത്ത് അയച്ച ചില ഭക്തരുണ്ട്. ചിലര് സാധന കഷ്ടപ്പെട്ട് ചെയ്ത് ഭക്തരാകുന്നവരുണ്ട്. ചിലർ ഇതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഭക്തരാകുന്നവരുണ്ട്. നമ്മളേത് കേട്ടിരിക്കുകയാണ്? അവിടെ ഇവിടെ തുമ്പും തോക്കും ഒട്ടിപ്പിടിച്ച ചിലർക്ക് നല്ല ജപം നല്ലതാണ്, സാധന അങ്ങനെ ഭക്തരാകും. പക്ഷെ പ്രഭുപാദരൊന്നും അങ്ങനത്തതല്ല. പ്രഭുപാദരേക്ക് ആരയച്ചതാണ്? ഭഗവാൻ. തന്റെ പ്രധാന, അതായത് ഭഗവാന്റെ 3 കർത്തവ്യങ്ങളിൽ, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപന. ധർമ്മം സ്ഥാപിക്കൽ ഭഗവാന്റെ ഒരു പ്രധാന ജോലി, ഡ്യൂട്ടിയാണ് ഭഗവാന്റെ. ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കലിയുഗധർമ്മം ഹരിനാമ സങ്കീർത്തനം, അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ അയച്ച ഒരു വ്യക്തിയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? സമ്മതിക്കുന്നതും സമ്മതിക്കാതിരിക്കുന്നതും അവരവരുടെ വ്യക്തിപരമാണ്. നമ്മൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നതാണ്. കാരണം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേരളീയർക്ക് പുതിയതാണ് അല്ല. പണ്ടേ നമ്മൾ ഉത്സവം പറയുമ്പോഴും ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഹരേ രാമ കേട്ടിട്ടുള്ളതാണ്. ഇതൊന്നും നമുക്ക് പുതിയതല്ല, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ശ്രീകൃഷ്ണ ഇന്ന് ഭഗവാൻ രാജാവിനെ പോലെ വലിയ കിരീടമൊക്കെ വെച്ച് വൈറ്റ് ആൻഡ് ഗോൾഡ് എവിടെ നിർത്തി? ഇത് ഹരിനാമം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്ര അടുക്കും ചിട്ടയോട് ആയിരക്കണക്കിന് ഭക്തർ ദിവസവും ജപമാലയെടുത്ത് 16 വട്ടം ജപിക്കുക, ഇതെല്ലാം ഈ ക്രമങ്ങളെല്ലാം കൊണ്ടുവന്നത് ശ്രീല പ്രഭുപാദ. അതേപോലെ ഇനിയൊരു വട്ടം ഇങ്ങനെ പ്രഭുപാദർ വയ്യാതെ കിടന്നപ്പോൾ ആ അവസാന കാലഘട്ടത്തിൽ ബ്രഹ്മാനന്ദ പ്രഭുപാദരുടെ ഒരു പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് ബ്രഹ്മാനന്ദ പ്രഭു. നല്ല വണ്ണം സൈസാണ്. അദ്ദേഹം ചെന്ന് പ്രഭുപാദ യു ആർ ദേവ, യു ആർ ഡെമിഗോഡ്, അങ്ങ് ദേവനാണ്.
മരണത്തിനെ കുറിച്ചൊന്നും അങ്ങ് ദേവനാണ്. മരണത്തിനെ കുറിച്ചൊന്നും പ്രഭാതത്തിൽ വ്യാകുലനാകരുത്, എണീറ്റ് വരണം. ദേഷ്യം, ഫാനാറ്റിസം, മലയാളത്തിൽ പറയും ഭ്രാന്ത്. ഈ ഭ്രാന്തനാണ് ദേഷ്യപ്പെടുന്നത്. അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ചിലരെ ഗ്ലോറിഫൈ ചെയ്ത് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിയില്ല. ഇവിടെ പിന്നെ ആരും സ്തുതിക്കുകയില്ല, കയ്യടി പോലും ചോദിച്ചു വാങ്ങിക്കണം. ഒന്ന് പ്ലീസ് കയ്യടിക്കോ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അയാളെ വിളിക്കുന്നത് ദൈവമേ. അതുകൊണ്ട് അവിടെ കുറെ ദൈവങ്ങളുണ്ട്, ഓരോ തെരുവിനും ഓരോന്നുണ്ട്. അങ്ങ് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തതാണ്. അപ്പൊ ഈ ശിഷ്യനും ബ്രഹ്മാനന്ദ പ്രഭുവും സന്തോഷം കൊണ്ടങ്ങ് പറയാ, പ്രഭുപാദ് അങ്ങ് ദേവനാണ്, അങ്ങ് ഈ മരണം ഒന്നും ചെയ്യാൻ പറ്റൂല, എണീറ്റ് അങ്ങ് എല്ലാം ചെയ്യണം. പ്രഭുപാദ് ദേഷ്യത്തിൽ ഭ്രാന്താണ് കേൾക്കുന്നത്. പക്ഷെ അടുത്ത ദിവസം വൃന്ദാവനത്തിലിരുന്ന ഒരു പ്രഭുപാദയുടെ പഴയ സുഹൃത്ത്, ഒരു ഉയർന്ന ഭക്തൻ ഭഗത്ജി, വൃന്ദാവനത്തിൽ പ്രഭുപാദിന്റെ ബാല്യകാല സുഹൃത്തും ഒരു പ്രഭുപാദിനെ പണ്ടേ അറിയാവുന്ന ഒരു ഭക്തനാണ്. അദ്ദേഹം പറഞ്ഞു, അഭയ് ബാബു, പ്രഭുപാദിന്റെ പഴയ പേര്, എല്ലാവരെയും വിളിക്കാൻ അഭയ് ബാബു, അങ്ങൊരു പരിശുദ്ധ ഭക്തനാണ്, അങ്ങ് വിചാരിച്ച മരണത്തിന് ജയിക്കാൻ. പ്രഭുപാദ് മൗനത്തിൽ കൃഷ്ണ ഡിസൈഡ്, ഭഗവാൻ തീരുമാനിക്കട്ടെ. ഇപ്പോ ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞതിന് ഭഗത്ജി പറഞ്ഞതിന് എന്താ വ്യത്യാസം? ബ്രഹ്മാനന്ദ പ്രഭു എന്താ പറഞ്ഞത്? അങ്ങ് ദേവനാണ്, മരണത്തിന് ജയിക്കാം. പ്രഭുപാദ് ദേഷ്യപ്പെട്ടു. ഭഗത്ജി എന്താ പറഞ്ഞത്? ഒരു പരമ വൈഷ്ണവനാണ്, മരണത്തിന് ജയിക്കാൻ പറ്റും. പ്രഭുപാദ് കൃഷ്ണ ഡിസൈഡ്, ഭഗവാൻ കൃഷ്ണൻ തീരുമാനിക്കട്ടെ. ഇത് രണ്ടിന് എന്താ വ്യത്യാസം? ഇവർ രണ്ടുപേര് പറഞ്ഞതിന് എന്താ വ്യത്യാസം? ഒന്ന് മലയാളി പൊങ്ങച്ചടിച്ചത്, വെറുതെ അടിച്ച് കയറ്റി പോകുന്നത്. ചുമ്മാ താമസിച്ച് ഞാൻ പറയണം. ഞാൻ നിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എപ്പോഴും മലയാളികളെ പറയുന്നത്? ഞാൻ പറഞ്ഞു, എല്ലാവരും ഉറങ്ങാതിരിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി. അപ്പോ ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞ സ്വരത്തിനും അർത്ഥത്തിനും ഭഗത്ജി രണ്ടുപേര് പറഞ്ഞതിനും അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. ഈ അന്ധമായൊന്നും ചില കാര്യങ്ങൾ എടുക്കില്ല, വളരെ പ്രായോഗികമായി സത്യസന്ധമായി. നമ്മൾ ഭക്തരാണ്, ഭക്തന്മാർ ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളെ പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ തീർച്ചയായും. അല്ലാതെ ദേവനാണ്, അതാണ് പ്രഭുപാദ് അംഗീകരിച്ചില്ല. ഇങ്ങനെ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ ഒരു ആചാര്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വിനയത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ കുറച്ച് വയ്യാണ്ടൊക്കെ ആയി ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും എണ്ണയൊക്കെ തേച്ച് തരും, പ്രഭാത വീട്ടിൽ കിടത്തും. പിന്നെ കുറച്ച് നേരം എടുത്ത് ഇതിൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് അവിടെയൊക്കെ തൂക്കിക്കൊണ്ട് നടത്തും, കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ പ്രഭുപാദർ ഒരു സമയം കണ്ണ് നിറഞ്ഞു പോയി അദ്ദേഹത്തിനടുത്ത് പറയാണ്, എനിക്ക് മാപ്പ് തരണം, സോറി, നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ അവസാന കാലത്ത് ഇതെല്ലാം ഞാൻ ചെയ്യിക്കുന്നുണ്ടല്ലോ, അതിന് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ടപ്പോൾ ശിഷ്യന്റെ ശരീരം നടുങ്ങുന്നത്, പ്രഭാതിരുന്നാൽ സംഭവം എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ്, സന്തോഷമാണ്. അങ്ങക്ക്, അതായത് ഗുരുവിനെ സേവിക്കുന്നതിന് രണ്ടുണ്ട്, ബാബു വാണി. ഗുരുവിന്റെ ഉപദേശം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വാണി സേവ എന്ന് പറയും.
ഗുരുവിന്റെ കൂടെ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അതിനെ വാപ്പുസേവ എന്ന് പറയും. എല്ലാവർക്കും വാപ്പുസേവ ചെയ്യാനുള്ള അവസരമില്ല. നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്? വാണി, അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടിട്ട് അത് നമ്മൾ ചെയ്യാം, വാണി സേവ. അപ്പോ എനിക്ക് അങ്ങയുടെ കൂടെ ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയതിനു ശേഷം വേറൊരു ഭക്തനോട് ചോദിക്കാൻ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? പറഞ്ഞു, ഉറങ്ങാൻ പറ്റിയില്ല, 2-3 ദിവസമായി ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ശിഷ്യ ചോദിച്ചു, അതെന്താ പ്രഭാതോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഫാനിന്റെ ശബ്ദം. അതായത് പ്രഭുപാദൻ കിടക്കുന്ന മുറിയിൽ അപ്പുറത്ത് അസിസ്റ്റന്റ്, ഈ സഹായി കിടക്കുന്ന മുറിയിൽ ഒരു ജാമ്പവാന്റെ ഫാൻ. ചില വീട്ടുകളിൽ ഫാൻ ഉണ്ടാവില്ലേ, ഭയങ്കര കാറ്റ് കിട്ടില്ല, നമ്മളെ പോലെ തന്നെ അത് അപ്പുറത്തോട് കാറ്റ് വരില്ല. അങ്ങനത്തെ ഫാൻ ആരെങ്കിലും വീട്ടിലുണ്ടോ? പിന്നെ അത് ശബ്ദവും കൂടെ ഉണ്ടാക്കും, ശബ്ദം ഉണ്ടാക്കും. അപ്പോ എന്നത് ഓഫ് ചെയ്തോടെ ഉടനെ അദ്ദേഹം എണീറ്റ് പോവാണ് അത് ഓഫ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, വേണ്ട വേണ്ട, എന്റെ സഹായി ആ മുറിയിൽ കിടക്കണത് ഓഫ് ചെയ്യണ്ട. അതായത് ഇത്രയും വയ്യാതായിട്ടും ഈ ചെറിയ ചെറിയ മറ്റ് ഭക്തന്മാർ ചെയ്യുന്ന ആ വളരെ സൂക്ഷ്മമായ സേവനങ്ങളെ കണ്ട് അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് വലിയ മനസ്സ് വേണം. നമ്മൾ ചിലപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും, ഇഷ്ടമില്ലാത്തവരെ അപ്രിഷ്യേറ്റ് ചെയ്യില്ല. ഇല്ലേ? ഇപ്പൊ ഈ 3 ദിവസം ഇത്രയും വലിയ ഉത്സവം, ആയിരക്കണക്കിന് ആൾക്കാർ പ്രസാദം കഴിച്ചു, ഇന്നലേക്ക് ഇവിടെ നിറഞ്ഞിരുന്നില്ല, ഇത്രയും പരിപാടി നടന്നു. ഇത് 1-2 പേര് വിചാരിച്ചാൽ നടക്കും. ആരെല്ലാമോ എന്തെല്ലാമോ ചെയ്തിരിക്കും, നമുക്ക് അറിഞ്ഞു പോലും എവിടെയൊക്കെയോ ഇതൊക്കെയോ സംഭവിച്ചിരിക്കും. ഇല്ലേ? നമുക്ക് ഒരാൾ പറയാം, പ്രഭു ഇന്നലെ ഞാനാണ് വാട്ടർ ക്യാൻ എടുത്ത് വെച്ചത്. ആണോ? എത്ര എടുത്ത് വെച്ചു? 3 ചിലപ്പോ നമ്മൾ അത്രയും പറയും, അല്ലേ? പക്ഷെ ഈ ഉത്സവത്തിൽ അദ്ദേഹത്തിന്റെയും ഒരു പങ്കുണ്ട്. അപ്പൊ പ്രഭുപാദൻ എന്ത് ചെയ്യിച്ചാല് ആ ഡീറ്റെയിൽ വരെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ സ്പർശിച്ചുകൊണ്ട് ഒരു നന്ദി രേഖപ്പെടുത്തി. ഒരു കള്ളൻ ഹരേ കൃഷ്ണയിൽ കൂടി അന്നത് അപൂർവമായിരുന്നു. ഏത് കള്ളന്മാർ ഹരേ കൃഷ്ണൻ? ബാക്കി ഞാൻ പറയുന്നു. ഒരു കള്ളന് മനമാറ്റം ഉണ്ടായി, ഭക്തനായി. ഇപ്പൊ പ്രഭുപാദ സമാധിയായതിനു ശേഷം ആ കള്ളനോട് ചോദിച്ചു, നിങ്ങൾ എത്ര തവണ പ്രഭുപാദനെ? 2 തവണ. അദ്ദേഹം പിന്നെ വലിയ എന്താ പറയാ ഭക്തനായി, അദ്ദേഹം ക്ഷേത്ര ഭാരവാഹിയെ പ്രസിഡന്റൊക്കെ ആയി. എനിക്കറിയാം ചിലർ ചിരിക്കുന്നുണ്ടായി. ആ കള്ളൻ പ്രസിഡന്റായി. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് അവർ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പിന്നെ 2 തവണ പ്രഭുപാദനെ കണ്ടു. പിന്നെ എന്താണ് ആ 2 തവണയും ഞാൻ പ്രഭുപാദനടുത്ത് സംസാരിച്ചുള്ളൂ. പക്ഷെ ആ ചെറിയ സംഭാഷണത്തിൽ എന്നെ ആരുമേ ഈ ലോകത്തിന് മനുഷ്യനായിട്ട് പോലും അംഗീകരിച്ചില്ല. കാരണം ഞാൻ കള്ളനാണ് ലോകത്തിനാണ്. ഞാൻ 1-2 പോലീസിൽ വിളിച്ചിട്ടുണ്ട്. ആരുമേ എന്നെ ഒരു അംഗീകാരം, എന്നെ റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷെ പ്രഭുപാദൻ 2 തവണ സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ട മൂല്യം കൊടുത്ത് എന്നെ ബഹുമാനത്തോട് അംഗീകരിച്ചു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്റെ ജീവിതം ഞാൻ ആർക്കെങ്കിലും അടിയറ വെക്കുമെങ്കിൽ ഇദ്ദേഹത്തിന് അടിയറ. അതെങ്ങനെയെന്ന് വെച്ചാല് ആളൊരു മാസിക കണ്ടപ്പോ മാസികയില് ഒരു പ്രഭുപാദ പ്രഭാഷണത്തിന്റെ ഫോട്ടോ താഴെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രഭുപാദ റോളക്സ് വാച്ച്. ഈ കള്ളം കണ്ടത് എന്താണ്? ആള് വിചാരിച്ച് ഇവിടെ പോയാൽ കുറെ സാധനം അടിച്ചു മാറ്റാം. പക്ഷെ പോയപ്പോ അവിടെ മോഷ്ടിക്കാൻ ഒന്നുമില്ല. ആകെപ്പാടെ കിച്ചടി പരിപാടികൾ മാത്രമേ ഉള്ളൂ, പ്രസാദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ ഇഷ്ടം പോലെ മോഷ്ടിച്ചങ്ങ് കഴിച്ചു പ്രസാദം. ഭക്തന്മാര് അമ്പലമെല്ലാം വൃത്തിയാക്കുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇങ്ങനെയുള്ളവണ് പ്രഭുപാദം വന്നപ്പോ ക്ഷേത്ര ഭാരവാഹി എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന കൂട്ടിൽ ഇദ്ദേഹത്തിനെയും പരിചയപ്പെടുത്തി. അപ്പൊ ഇദ്ദേഹം ഫ്രണ്ടിൽ വന്നപ്പോൾ പ്രഭുപാദ് ചോദിച്ചു, എന്താ എല്ലാം ചോദിച്ചത്? ഇതിനു മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു?
ജനിച്ചത്. അത് കേട്ടപ്പോ അത്രയും നേരം ആ മനുഷ്യന്റെ ഹൃദയത്തിലിരുന്ന ഭാരം. അതായത് സാധാരണ പ്രചരണമല്ല, നമ്മൾ നടത്തുന്ന പ്രചരണമല്ല. നമ്മളെന്താണ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ബുക്കൊക്കെ വായിച്ച് 10 പോയിന്റ് വരുമ്പോൾ ഞാൻ കുറച്ച് മസാല ഇട്ട് ആത്മാവിന്റെ അടുത്ത് സംസാരിക്കും. നമ്മൾ വ്യക്തികളെടുത്താ സംസാരിക്കും. പ്രഭുപാദരുടെ സംസാരിക്കണ അത് എത്രയോ 1000 ജന്മം കഴിഞ്ഞ ജന്മം പാറ്റയായി, അതിന് മുമ്പത്തെ ജന്മം പെരിച്ചാഴിയായി, ഇപ്പൊ ഭാവം തിരുവനന്തപുരത്ത് മനുഷ്യനായി. അതിനെ കാണുമ്പോൾ പ്രഭുപാദർക്ക് ഉണ്ടാകുന്ന ദയ, ആ ആത്മാവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന വാക്ക്, അതിനും നമ്മുടെ വാക്കുകൾക്കും ഒരുപാട് വ്യത്യാസം ഉണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു മഹാചാര്യനാണ് പ്രഭുപാദൻ. ദൈവത്തിന്റെ ആവിർഭാവത്തിന് നമുക്ക് കൂടിയിരുന്ന് അരമണിക്കൂർ 1 മണിക്കൂർ അദ്ദേഹത്തെ സ്മരിക്കാൻ സാധിക്കുന്നത് വലിയ സൗഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുതെ വിളിച്ച് കീർത്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും ഈ സന്ദേശം മനസ്സിലെടുക്കണം, ലൈഫിൽ പകർത്തണം. പ്ലസ്